അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു അജിൻ വെണ്ണിക്കുളം. അജിൻ നമസ്കാരം. കയറി കുറച്ചും കൂടെ. ഓക്കെ, അപ്പം തിരുവല്ലക്കാരനാണ്. വെണ്ണിക്കുളം അല്ലേ? ഓക്കെ, ശരി. അപ്പൊ എന്ത് സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്ന് ആക്ടേഴ്സിന്റെ വോയിസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഡ്രാക്കുള എന്ന സിനിമയുടെ ട്രെയിലർ ഭാഗം DT സൗണ്ട് ഓഫ് കൂടി അവതരിപ്പിക്കും. ശരി, അപ്പൊ ഇതിൽ ഏത് ആദ്യം ചെയ്യാൻ പോകുന്നത്? ആക്ടേഴ്സിന്റെ സൗണ്ട് ആണോ? ഓക്കെ. ആദ്യമായി നമുക്ക് തട്ടത്തി മരത്തുന്ന സിനിമയിലെ ഡയലോഗ് ഉമ്മൻചാണ്ടി സരിതയെ ചേർത്ത് പറഞ്ഞാൽ എങ്ങനെ കേട്ട് നോക്കാം. ഓക്കെ. നിയമസഭ വരാന്തയിലൂടെ ഞാൻ സരിതയോടൊപ്പം നടന്നു. അപ്പം നിയമസഭയെ മാത്രം കണ്ടുവരുന്ന അത് പ്രത്യേക സോളാറിൻ്റെ ഒരു നാറ്റമുണ്ട്. അതോടെ മുടിയിലൊക്കെ തട്ടിത്തളഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. നിയമസഭ വരാന്തോട് ഓരോ തവണ വരുമ്പോൾ ഓള് സോളാറുമായിട്ട് വരുന്നത്. എൻ്റെ പൊന്നു സാറ് അന്ന് ഞാൻ മത്സരിപ്പിച്ചു ഇതുപോലൊരു സോളാറിന് എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന്. അവൾ വേണ്ട, സരിത വേണ്ട, ഈ കാണുന്നവൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, എനിക്ക് വേണ്ട, കേരളത്തിൽ ആ സീമൊത്തം കോൺട്ര. താങ്ക് യു. ഓരോ മലയാളികളുടെയും ഹൃദയത്തെ സ്ഥാനം ഉറപ്പിച്ച സിനിമയാണല്ലോ എന്നും നിന്റെ മൊയ്തീൻ. എന്നും നിന്റെ മൊയ്തീൻ സിനിമയിൽ ഒരുപക്ഷെ പൃഥ്വിരാജിന് പാർവതിക്കും പകരം ശശിക്ക് അല്ലെങ്കിൽ ബിന്ദു പണിക്കറോ അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും കേട്ട് നോക്കാം. എടോ മൊയ്തീനെ അനക്ക് മുഖത്തിൽ ഇളയിരിക്കാൻ ഒരുപാട് നിക്കണ തറ തകർന്ന് താഴെ പോകില്ല മൊയ്തീന്. കാന്തരമാലി, നീ ഇപ്പോഴൊരു കഥ പിടിച്ചു പാടുന്ന അറബിക്കറില്ല. അതിന് എത്ര കടപ്പെട്ട വെത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇതുവഴിയപ്പുഴ അറബിക്കൊളുത്തത് നെയ്യും. ഇതുവഴിയപ്പുഴ അറബിക്കൊള്ളതാണെങ്കിൽ കാന്തര മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്കാ. വാക്ക് ഏറ്റവും വലിയ സത്യം. മർത്തോമ സഭയിലെ വലിയ തിരുമേനി ഡോക്ടർ ഫിലിപ്പോസ് മാർക്കസോസ്റ്റം തിരുമേനിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭാഷണം ഒരു ഹാസ്യ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്ത പെരുമാറാതെ കുഞ്ഞുഞ്ഞിനെ പട്ടി കടിച്ചു കാര്യം അറിഞ്ഞു. അത് ശരിയാണോ? അഥവാ പട്ടിയായ കടിക്കും. കുഞ്ഞുഞ്ഞി സിനിമയൊക്കെ കാണാതെന്തോ? അപ്പൊ സത്യം പറഞ്ഞ നസീർ മരിച്ച കാര്യം പറഞ്ഞില്ല. അപ്പളാ സിനിമ കാണുന്ന കൊള്ളാം. കുഞ്ഞുഞ്ഞി എന്നും നിന്റെ മൊയ്തീന സിനിമ ഡയലോഗ് എന്ത്? സാഹിബ് ഉണ്ടാക്കിയതൊന്നും മൊയ്തീന് വേണ്ട. അതിനോട് കുഞ്ഞുഞ്ഞി യോജിക്കുന്നുണ്ടോ? സിനിമ പറയും സാഹിബ് ഉണ്ടാക്കിയൊന്നും മൊയ്തീന് വേണമെന്ന്. പക്ഷെങ്കിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നത് എനിക്ക് വേണം, അല്ല ഞാൻ പട്ടിണിക്ക്. അതാ നന്ദി, നമസ്കാരം. കട്ടപ്പന ഇറത്തിക്കുന്ന സിനിമയിലൂടെ ജനഹൃദയങ്ങൾ പിടിച്ചു പറ്റിയ കഥാപാത്രമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. ഏയ്, നിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കറക്റ്റാ. ഞാൻ നിനക്ക് ചേരൂല. എനിക്ക് കളറില്ല, ഗ്ലാമറില്ല, കാശില്ല, ഒന്നുമില്ല. ഇവൻ കറക്റ്റാ, അടിപൊളിയാ, ഹോസം. അല്ലല്ലോ ഉള്ളവർ ഇങ്ങനെയാണേ. ജീവനുള്ളിൽ സ്നേഹിക്കുന്ന ചെറുക്കന്മാരുണ്ടാവും. അവരെയൊക്കെ കേട്ടിട്ട് ഇതിലുള്ള ഉടായ്പന്മാരെ പറയാൻ വെക്കണം. ഏയ് ദാസപ്പോ, നീ പറഞ്ഞ കറക്റ്റാ. അടുത്തായി ഡ്രാക്കുള എന്ന സിനിമയുടെ ഒരു ട്രെയിലർ ഭാഗം DT സൗണ്ട് ഓഫ് കൂടി അവതരിപ്പിക്കട്ടെ. അയ്യോ ഡ്രാക്കുള, അയ്യോ ഡ്രാക്കുള. താങ്ക് യു. അജിൻ അടിപൊളിയായിരുന്നു. എന്ത് പറയുന്നു ചേട്ടായിമാർ? സംഗതി വളരെ നല്ലതായിരുന്നു. എന്നാലും അശ്വതിനെ നോക്കി ഡ്രാക്കുള എന്ന് വിളിച്ചത് വളരെ മോശമായി. അതല്ല, എന്നെ അലേർട്ട് ചെയ്താണ്. ഡ്രാക്കുള ആണല്ലേ? അപ്പോ നിങ്ങൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്നോട് ഇങ്ങനെ അലേർട്ട് ചെയ്തതാ. മനസ്സിലായില്ല അത് ആണാണോ പെണ്ണാണോ നീ. അപ്പോ നന്നായിരുന്നു. മോനെ പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്. സ്കൂൾ കലോത്സവത്തിനൊക്കെ നല്ല ശ്രമമുണ്ട്.
ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ പോകുന്ന ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് പറയണം, നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ ഓരോ സ്റ്റാറുകളുടെ ഫീലില്ലേ, അത് ഓരോ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആളുകൾ കൈയടിക്കില്ലേ, അതിനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം. ഒരു ഗ്യാപ്പ്. ഇപ്പം ഇത്രയും കാണിച്ചതല്ല, ശ്രമങ്ങളെല്ലാം ഓക്കെയാണ്, ഒട്ടും മോശമാണെന്നല്ല പറഞ്ഞത്, വരുന്നത് കൊണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് തീർന്ന് അവരുടെ നിന്ന് കയ്യടി കിട്ടി, അവരുടെ പ്രോത്സാഹനം കിട്ടിയിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. ഇത് കയ്യടി കിട്ടണേക്കുമ്പോൾ മോൻ അടുത്തതിലേക്ക് പോവുക അല്ലേ? അപ്പം അങ്ങനെ പോകരുത്. ശ്രമം എല്ലാം നല്ലതാണ്, ചെയ്ത സംഭവങ്ങളെല്ലാം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി റെസ്പോൺസ് അറിയാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം അല്ലേ? ഓരോ സാധനങ്ങൾ ഓരോ സ്റ്റാർ ചെയ്ത് കഴിയുമ്പോഴല്ല, നമ്മൾ ഒരു നടനെ എടുക്കുമ്പം ആ ഫസ്റ്റ് ഡയലോഗിൽ തന്നെ കയ്യടി കിട്ടണം. ആ കയ്യടി കിട്ടിയതിന് ശേഷം ആണ് നമ്മൾ അടുത്ത് പറയാവുള്ളൂ. എന്നുവെച്ചാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, അത്രയ്ക്ക് ലൈഫായിരിക്കണം. ഇപ്പോൾ ഓരോ ആളുകളൊക്കെ വന്ന് ഡബ്ബിംഗ് ഒക്കെ ചെയ്യണ, ഡബ് മാഷൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ കേട്ടോ? മോൻ അതിനുള്ള അടിപൊളിയായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എല്ലാം ഓക്കെ കേട്ടോ. അടിപൊളിയായിരുന്നു മോനെ, സൂപ്പറായിരുന്നു കേട്ടോ. ചെയ്തതെല്ലാം വൃത്തിയായിരുന്നു. ഡ്രാക്കുളയുടെ ചെയ്തത് നല്ല എഫക്റ്റീവായിരുന്നു. നമ്മൾ ഞെട്ടി സത്യം പറയുന്നത് പേടിച്ചില്ലേ? നല്ലതായിരുന്നു, വളരെ വൃത്തിയായിട്ട് ചെയ്തു. ഗുഡ്. ഓക്കെ അജിൻ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് വേദികൾ ഇതുപോലെ കിട്ടട്ടെ. അപ്പോൾ ഇതിലും മികച്ച പെർഫോമൻസുമായിട്ട് നമുക്ക് ഇതേ വേദിയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.